ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു മൂന്നാറിലേക്കുള്ളൊരു യാത്രയിലാണ്. ഞാനിപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത് അടിമാലി മൂന്നാർ റൂട്ടിലുള്ള കല്ലാർ എന്ന വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. ചെറിയ ടൗണാണ്, അതിനോട് ചേർന്നുള്ള ഒരു വെള്ളച്ചാട്ടം. മഴ പോലും ഇല്ലാത്ത ഈ സമയത്ത് കണ്ട എന്ത് ശക്തിയായിട്ടാണ് ആ വെള്ളം ഒഴുകുന്നതിൻ്റെ ശബ്ദം കാരണം നമ്മുടെ വോയിസ് പോലും ഇവിടെ ക്ലിയർ ആകുന്നില്ല. അപ്പം മഴക്കാലത്ത് എൻ്റെ ഒരു സൗന്ദര്യം എന്തായിരിക്കും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. തമിഴം വരട്ടെ, ആ തമിഴം വരട്ടെ. ഞങ്ങൾ മൂന്നാർ എത്തിയപ്പോഴത്തേക്ക് അവിടെ നേരം വെളുത്ത് വരുന്ന കിഴക്ക് മലനിരകൾക്കപ്പുറം സൂര്യൻ പൊട്ടി വരുന്ന കാഴ്ചയാണ്. നല്ല തണുപ്പ് കൊണ്ട് ഇവിടെ. നമ്മൾ ആ സൺറൈസ് കണ്ട സ്പോട്ടിൻ്റെ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് കാണുന്ന വഴി തിരുവനന്തപുരത്തേക്കുള്ള മൂന്നാറിനോളം തന്നെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നിറയെ തേയിലത്തോട്ടങ്ങളും നല്ല ലാൻഡ്സ്കേപ്പും ഒക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. നല്ല വ്യൂ പോയിന്റുകളൊക്കെ താഴെ നല്ലൊരു തേയില. പക്ഷേ ഞങ്ങളധികം അവിടെ സമയം ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊന്ന് മൂന്നാറ് കഴിഞ്ഞ് നേരെ പോകാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. തിരുവനന്തപുരം നെക്സ്റ്റ് ടൈം ആകട്ടെ കരുതി. രാവിലത്തെ ഭക്ഷണം മൂന്നാറിന്ന് കഴിച്ചു. വീണ്ടും ഞങ്ങൾ മറയൂർ റൂട്ടിലേക്ക് യാത്ര തുടർന്നു. പക്ഷേ ആകാശത്ത് നല്ല കാർമേഘം കാണുന്നു, ഇരുണ്ടിരിക്കുന്നു മൊത്തത്തിൽ. സൈഡിലുള്ള തേയിലത്തോട്ടങ്ങളിൽ പോലും ആ ഒരു കളർ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളുണ്ടാവില്ല എന്ന് വിചാരിക്കും. നല്ലൊരു മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ തേയിലത്തോട്ടങ്ങളുടെ നടുക്ക് ആ ചുവന്ന പൂക്കൾ നിൽക്കുമ്പോഴത്തേക്ക് ശരിക്കും നല്ല കോൺട്രാസ്റ്റ്. ഗ്രീൻ കളറില്ലാത്ത ഒരു റെഡ് വന്ന് ഇറച്ചി അവിടെ കാറിൻ്റെ അകത്തൊരു ചുവന്ന ബനിയൻ്റെ ഒരു ടീഷർട്ട് ഒരു പയ്യൻ സൈഡിലോട്ട് പോകും. പെട്ടെന്ന് പുള്ളിനെ എടുത്ത് കാണും. നല്ല കളർ കോൺട്രാസ്റ്റാണ്. വഴിയിൽ വണ്ടി ഒതുക്കാൻ പറ്റിയൊരു പ്ലേസ് കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് ഞങ്ങൾ നിർത്തിയതാണ്. നല്ല പച്ചപ്പല്ല കാരമായി കിടക്കും. കൂടെ വന്ന സുഹൃത്തുക്കൾ രണ്ടുപേരും അവിടെ ഫോട്ടോഷൂട്ട് എടുക്കും. കണ്ണെത്താ ദൂരത്തോളം പരന്നിറങ്ങുന്ന തേയിലത്തോട്ടം. പിന്നെ നമ്മൾ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലോട്ട് പ്രവേശിച്ചിരിക്കുകയാണ്. മറയൂരിന് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. കേരളത്തിലെ സംരക്ഷിതമായിട്ടുള്ള 12 വനപ്രദേശങ്ങളിലൊന്നാണ് ചിന്നാർ. വലിയ മാമൽസൊക്കെ നമുക്ക് ഇവിടെ കാണപ്പെടുക, റോഡിൽ കാണപ്പെടുക കുറവാണ്. വളരെ അപൂർവമായിട്ടാണ് ആനയും കാട്ടുപോത്തും കാണുന്നത്. ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. ധാരാളം ബേഡ്സാണ് നമുക്കിവിടെയുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ. വെറൈറ്റി ഓഫ് ബേഡ്സ് നമുക്കിവിടെ കാണാം. റോഡിൻ്റെ സൈഡിലായിട്ട് 2 മയിലുകൾ നിൽക്കും. കാണാനൊരു വണ്ടിക്കാരോടെ തൊട്ടടുത്ത് നമുക്ക് പേടിയില്ല. അതിന് ഫീഡ് ചെയ്യുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ഇട്ട് കൊടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത, നമുക്ക് അതൊരു ഒഫൻസാണ്. വന്യജീവി വകുപ്പ് നിയമപ്രകാരം ശരിക്കും നമ്മൾ ഫീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ ഫീഡ് ചെയ്യപ്പെടുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ വണ്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതുപോലെ പേടിയില്ലാതെ തന്നെ തൊട്ടടുത്ത് വന്ന് നിൽക്കും. ഭക്ഷണം കിട്ടുമെന്നുള്ള കരുതിയായിരിക്കും അത് നിങ്ങൾ വരുന്നത്. വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് റോഡിൽ നടുക്കായിട്ട് ഇറങ്ങിക്കാനുള്ള വണ്ടി എന്തെങ്കിലുമൊക്കെ മുട്ടി അതിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ പേടിയില്ലാതെ നേരെ റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് കളിക്കുന്നത്. ശരിക്കും നമ്മളാരെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതുപോലെ കുരങ്ങുകൾക്കോ മയിലുകളോ അങ്ങനെ എന്തിനെ കണ്ടാലും നമ്മളൊരു ഫീഡിങ് എന്നുള്ള സംഭവം നമ്മൾ ചെയ്യരുത്.
സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ അത് ഇര തേടി കണ്ടെത്തിക്കോളും. അതാണ് ഏറ്റവും നല്ലത്. ശരിക്കും അവരുടെ പേടിയൊക്കെ നഷ്ടപ്പെട്ടു. ഞാൻ കാറിനകത്ത് നിന്ന് മൊബൈൽ തൊട്ടടുത്തുകൊണ്ട് നിന്നിട്ട് പോലും അനക്കോയി. ബൈ ബൈ. ചിന്നാർ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധന നടത്തുന്ന ഒരാളെ കണ്ട. വണ്ടി കാലിയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കണതാണ്. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് കളയുന്നവരാണ്. എൻ്റെ അതൊന്നും കണ്ടില്ല. മൂപ്പര് നേരെ താഴത്തോട്ടിറങ്ങി അടുത്ത വണ്ടി പരിശോധിക്കാനായിട്ട്. നിങ്ങളുടെ വണ്ടിയാണ് പരിശോധിക്കുന്നത്. ചില നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. അതാണ് നേരെ അപ്പുറത്ത് റോഡിലോട്ട് പോകും. ഞാൻ നേരത്തെ കാണിച്ച മയിലുകളുടെ കേസിൻ്റെ മറ്റൊരു വകഭേദമാണ്. കൂടെ വരുന്നവരൊക്കെ മിക്കവാറും കുട്ടികളും എല്ലാവരും അതെ. നിങ്ങൾക്ക് കപ്പലിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബ്രെഡിൻ്റെ കഷ്ണം എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഞാനായിട്ട് അടുത്ത് വരും. ചിലപ്പോൾ നിങ്ങൾ വണ്ടിക്കകത്ത് വരാൻ കയറുന്ന ഒരു സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിയാവുന്നതും ഫീഡിങ് ഒഴിവാക്കുക. എത്ര തന്നെയാണ് കർശനമായി അങ്ങനെയുള്ള കാര്യങ്ങൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഭാഗം കൂടിയാണ് അത്. പിന്നാറ് ചെക്ക് പോസ്റ്റ് വേണം. തമിഴ്നാട്ടിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തമിഴ്നാടിൻ്റെ പാസ് എടുക്കും. സ്ഥലം ആ സാഹസത്തിനൊന്നും മുതിർന്നില്ല. ഞങ്ങൾ തിരിച്ചു പോരുവാണ്. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. നമുക്കിവിടെ കയറി കഴിഞ്ഞിട്ട് പനോരം കാണുന്നുണ്ട്. പനോരം വ്യൂ നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് കാണാൻ ആസ്വദിക്കാൻ പറ്റും. പിന്നാറോട്ടുള്ള മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് കാടിൻ്റെ നടുവിലുള്ള വെള്ളച്ചാട്ടം തൂവാനം. നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അതേ ഒരു കോപ്പി. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം. അതിൻ്റെ ശബ്ദം നമുക്കിവിടെ കേൾക്കാൻ പറ്റും. മൊബൈലിൻ്റെ വീഡിയോ എടുക്കുന്നതാണ് അത്രയ്ക്ക് സൗണ്ട് ഇടുമ്പോൾ മൊബൈൽ ക്ലിയർ ആകുന്നില്ല. ഞാൻ നന്നായിട്ട് കേൾക്കാം. മറയൂരിലെ ചന്ദനക്കാടുകൾക്കിടയിലൂടെയാണ് ഞങ്ങളിപ്പോൾ മടക്ക യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് ഇരുവശം നടന്ന കമ്പിവേലികൾക്കുള്ളിൽ നിറയെ ചന്ദനമരങ്ങളാണ്. കണ്ടത് വേലിയെട്ടി തിരിച്ചപ്പോഴത്തേക്ക് ഇന്നത്തെ കുറച്ച് കാട്ടുപോത്തുകളും മാനങ്ങളൊക്കെ പെട്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ ഭാഗ്യം നമുക്ക് റോഡിൻ്റെ കമ്പിവേലിയുടെ അടുത്തായിട്ടോ എവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചന്ദനക്കാടുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ചന്ദനത്തിന് മണമൊന്നും ഇല്ല കേട്ടോ. ഒരു കാട് ഫീൽ. ഇതും നമ്മൾ നേരത്തെ ഫുഡ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് വരുന്ന ആ കാറ്റഗറിയിൽ പെട്ടുന്ന ആൾക്കാരാണ്. എന്താ അല്ലേ? മടക്കയാത്ര എടുക്കേണ്ട മറ്റൊരു കാഴ്ചയാണ് കോട മൂടിയ മൂന്നാർ. കണ്ട ആ വാലിയുടെ അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വെറുതെ വെള്ളപ്പട്ട് വിരിച്ച പോലെ കിടക്കും. നല്ല തണുപ്പ്, അടിപൊളി കാലമാണ്. മൂന്നാറിങ്ങനെ നമ്മളെ കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും തിരിച്ചു വരാൻ. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.